പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വം സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അലഹമായ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അലഹമായ മനുഷ്യൻ അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരന്റെ രക്ഷാകര രഹസ്യങ്ങളെ പങ്കുവരാക്കിയതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപം മൂലമാകുന്നു പോയി ഞങ്ങൾ അനുതപിക്കുന്ന ഹൃദയത്തോടെ പിതാവായി അങ്ങയെ സമീപിക്കുന്നു. മിശിഹായോട് ചേർന്ന് എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടി പരിഹാരത്തിന്റെയും കൃത്യതയും ഈ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. നിന്റെ വിശുദ്ധന്മാർ നിതരാം നിന്നെ വണങ്ങുന്നു. നിൻ രാജ്യത്തിൻ മഹിമയവർ വർണ്ണിച്ചിടും വിനയമോടെ. കണ്ണുകളെല്ലാം കർത്താവേ നിന്നെ തന്നെ തേടുന്നു. എന്തെന്നാൽ നീ ആഹാരം ചിതമാം സമയത്തേകുന്നു. ഉള്ളു തുറന്നു വിളിക്കുമ്പോ നാഥനടുത്തുണ്ടതു കേൾക്കാൻ തന്നെ ഭയത്തോട് സേവിക്കും. നരരുടെ ഇഷ്ടമവൻ ചെയ്യും. അവരുടെ യാചന കേൾക്കുമവൻ, രക്ഷയവർക്കവനേകിടും. ഭക്തജനങ്ങളെ അഖിലേശൻ സദയം കാത്തരുളിയിടുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ,
അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ ഇത് പ്രകാശിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകൾ നിറഞ്ഞു മുടിയോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥ സൃഷ്ടാവുമാകും, സകലത്തിന്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീയായിരുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവന സർവേശ, പരിപാവന ബലവാനെ, പരിപാവന അമർത്യനെ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധന സുതർഗന ബലവാനുമത്തരമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവജനായ ഭരണകർത്താവും നിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. എന്തെന്നാൽ ദൂതന്മാരിൽ ആരോടാണ് എപ്പോഴെങ്കിലും നീ എന്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്നും വീണ്ടും ഞാൻ ഒരു പിതാവും അവൻ എനിക്ക് പുത്രനായിരിക്കുമെന്നും ദൈവം അരുളി ചെയ്തിട്ടുള്ളത്? പിന്നെ തന്റെ ആദിജാതനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ അവിടുന്ന് പറയുന്നു, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ. അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റുകളും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നു എന്ന് ദൂതന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ നീതിയുടെ ചെങ്കോൽ രാജ്യത്തിന്റെ ചെങ്കോലാണ് എന്ന പുത്രനെ പറ്റിയും. അങ്ങ് നീതിയെ സ്നേഹിച്ചു, അനീതിയെ വെറുത്തു. അതിനാൽ അങ്ങയുടെ സ്നേഹിതരെക്കാൾ അധികമായ സന്തോഷത്തിന്റെ തൈലം കൊണ്ട് അങ്ങയുടെ ദൈവം അങ്ങേ അഭിഷേകം ചെയ്തിരിക്കുന്നു. വീണ്ടും ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടു. ആകാശങ്ങൾ അങ്ങയുടെ കരവേലയാണ്. അവ നശിക്കും, അങ്ങാകട്ടെ നിലനിൽക്കും. വസ്ത്രം പോലെ എല്ലാം പഴകിപ്പോകും, മേലയ്ക്ക് പോലെ അങ്ങ് അവ മടക്കും, വസ്ത്രം പോലെ അവ മാറ്റും. എന്നാൽ അങ്ങ് അങ്ങ് തന്നെ, അങ്ങയുടെ വത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപാഠമാക്കുമ്പോഴും എന്നെ വലതുഭാഗത്തിരിക്കുക എന്ന് ദൂതന്മാരിൽ ആരോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്? രക്ഷയുടെ അവകാശങ്ങളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകരായ അരബികളിലെ അവരെല്ലാം സുവിശേഷത്തിൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്ത യൂദയ സഭയിൽ വന്നായി
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. അവരിൽ ഒരുവനും ആ വർഷത്തെ മഹാപുരോഹിതനുമായ കയ്യാഫാസ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. ലോകം മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല. പ്രത്യുത ആ വർഷത്തെ മഹാപുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി ഈശോ മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂടുന്നതിനു വേണ്ടിയും അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഈശോ പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ അവിടെ നിന്ന് പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ ശിഷ്യന്മാരോടൊത്ത് വസിച്ചു. യഹൂദരുടെ പെസഹാ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിന് പെസഹായ്ക്ക് മുമ്പേ യെരുസലേമിലേക്ക് പോയി. അവർ ഈശോയെ അന്വേഷിച്ചുകൊണ്ട് ദൈവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവൻ തിരുനാളിൽ വരികയില്ലെന്നും അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും കൽപ്പന കൊടുത്തിരുന്നു. ഈശോയിൽ എന്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ വലിയ ആഴ്ചയിലൂടെ നമ്മൾ നീങ്ങുമ്പോൾ നിത്യപുരോഹിതനായ ശ്രേഷ്ഠനായ ഈശോയെക്കുറിച്ചാണ് ഹെബ്രായ ലേഖനകർത്താവ് നമ്മെ ഓർപ്പിക്കുക. ഈശോയെ പറ്റി അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ്. നീതിയെ സ്നേഹിക്കുന്ന, അനീതിയെ വെറുക്കുന്ന അവിടുത്തെ രാജ്യം നിത്യമാണ്. യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നാൽ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് മരണത്തിൽ നിന്ന് ഒരുവനെ ജീവനിലേക്ക് നയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ലാസറിനെ അവിടെ കൂടിയിരുന്ന പുരോഹിതന്മാരും പരിസേരും കൂടെ ഒരുമിച്ച് കൂടി ചിന്തിക്കുക, ഈശോയെ ഇങ്ങനെ വിട്ടാൽ എല്ലാവരും ഈശോയിൽ വിശ്വസിക്കും. അവർ ചിന്തിക്കുന്ന അവരുടേതായിട്ടുള്ള രാജ്യം
ഇല്ലാതായി തീരുമെന്നാണ് കരുതുന്നത്. അങ്ങനെയുള്ള ഒരു ചർച്ചയുടെ ഇടയ്ക്ക് ആ വർഷത്തെ പ്രധാന പുരോഹിതൻ കയ്യാപ്പാസ് പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി അവന് വേണ്ടി ഒരുവൻ മരിക്കുന്നത് നല്ലതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്നാ ചോദിക്കുന്നത്. ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ വേണ്ടി സകലരുടെയും കുറവുകളും ബലഹീനതകളും എല്ലാം ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമായിരുന്നു യഥാർത്ഥത്തിൽ ആ മഹാപുരോഹിതൻ ആ നിമിഷം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഈ വലിയ ആഴ്ചയിൽ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ലോകമെമ്പാടുള്ള സകല ജനപദങ്ങൾക്കും തങ്ങളുടെ കുറവുകളെ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ കഴുകപ്പെടാനും വിശദീകരിക്കപ്പെടുവാനും നിത്യമായ മഹത്വത്തിൻ്റെ സ്വർഗീയമായ അനുഭവത്തിലേക്ക് സകലരും നയിക്കപ്പെടുന്നതിന് വേണ്ടിയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും രണ്ടാമത്തെ ഭക്തിയോടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. നയിക്കപ്പെടുകയും 40 രാവും 40 പോലും ദിവസം അനുഷ്ഠിക്കുകയും ചെയ്ത കർത്താവേ, ദിവസത്തിന്റെ പ്രായശ്ചിത്തത്തിന്റെ അറിവിയാൽ ഞങ്ങൾ നിലക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവങ്ങളായ മിശിഹായേ, ഞങ്ങളുടെ മറ്റുള്ളവരുടെ പാപങ്ങൾ പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെ വിരോധമായ മിശിഹായേ, ഞങ്ങളുടെ ശരീരത്തെയും അതിന്റെ ദുർവാസനകളെയും നിങ്ങളോട് ക്രൂശിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാധാരണ പരാജയപ്പെടുത്തി ഞങ്ങൾക്ക് മാതൃകയും മനോദരം നൽകിയ മിശിഹായേ, ലോകങ്ങളെ അതിജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ പ്രത്യാഗത്തിന്റെ മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ അതിപധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ മേൽവിഷ്ണു പിതാവായ മാർ ജോസഫ് മെത്രാനെയും മറ്റാചാര്യന്മാരെയും സമൂഹമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കർത്താവായ ദൈവമേ, ലോകപാപങ്ങളുടെ പരിഹാരമായി മിശിഹായുടെ സകല ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി എത്തിക്കുന്ന അങ്ങയുടെ സഭയെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുക്കുമാരന്റെ ബലി ജീവിതം തുടരുവാൻ ഞങ്ങളെയും ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യം, സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. സഹോദരൻ നിങ്ങൾക്ക് എന്നെ നൽകുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സർവ്വത്രിയോസ്ലയുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങേ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നുചേർന്നെങ്കിൽ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിര പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ ദോഷിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ ഇടയത്താൽ മുദ്രരാക്കുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധരഹസ്യത്തിൽ പങ്കുകൊള്ളട്ടെ. വരുവിൻ നമുക്ക് കർത്താവിനെ വാഴ്ത്താം. പാവനമാക്കിയിടാം മധ്യവിചാരങ്ങൾ വിനയമോടെന്നാളും അനുതാപത്തിൽ കണ്ണീരാ പാപക്കരകൾ കഴുകിയിടാം. ആത്മാവിൽ നിറയും താപം ഈശോ മിശിഹായ്ക്കായി വേദികയിൽ ബലിയായി അർപ്പിക്കാം.
പരിശുദ്ധാത്മാവിന് സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മറിയൂസേപ്പിന്റെയും സ്മരണം വിശുദ്ധ ബലിപീഠങ്ങൾ ഉണ്ടാകട്ടെ. ആദിമുതൽ എന്നേക്കുമാമേ. ദൈവത്തിന്റെ സ്നേഹിതനായ ഏകജാതന്റെ സ്നേഹിതൻ ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവജനമെല്ലാം ആമേനാമെന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടഞ്ചൂടെ രക്തസാക്ഷിയുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠങ്ങൾ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സ്നേഹമായും. ചെറിയവരും വലിയവരും നിന്റെ സ്തുതകമായ താനും വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കും. ഉപവാസവും പ്രാർത്ഥനയും കരുതാവും. വിശുദ്ധായവരുടെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് സാധിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവസൃഷ്ടിക്കും മുമ്പുള്ളാദിയാകുന്നു. യോഗമെല്ലാം മുമ്പ് പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യവും പിതാവിനോട് സത്യവുമാകും. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യരായി പറന്നു. മധ്യസ്ഥിരാദോസിന്റെ കാലത്ത് പിടകൾ സഹിക്കുകയും സ്ലീവാൽ തറയ്ക്കപ്പെട്ട മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മൂന്നാം ദിവസത്തെ നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജയിക്കുന്നവരെയും വിധിക്കുവാൻ വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവിന്റെ നാഥാവായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈയവും സർവ്വത്രിയവും സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിലെ ഉയർപ്പും നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികളാൽ വയ്ക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികന്മാരുമായി നേതാക്കന്മാർ ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും ഗണമാതാക്കന്മാർ പുത്രപുത്രന്മാർ സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയും വിശ്വാസമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിൽ മരിച്ച ഈ ലോകത്തിൽ വേർപെട്ടവ എല്ലാവരെയും അനുസ്മരിക്കുകയും നിശ്ചയാളമായ ഈ പെണ്ണിന്റെ സഹായത്തിന് രക്ഷിക്കാൻ സർവ്വരാജ്യം ചെയ്യുന്ന കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എന്റെ സഹോദരി കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വർഗ്ഗത്തിന്റെ നാഥനായ ദൈവം തന്റെ അഭിഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾ ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സത്യനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥവാനികളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരത്തായി യോഗ്യരാക്കി അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ഹൃദയവും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, വിശ്വാസത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും കർത്താവിന്റെ വിശുദ്ധിയോടുകൂടെ കർത്താവിനെ നന്ദിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതുകൊണ്ട് അവിടെ ഇഷ്ടപ്പെടുന്നവർ സൂക്ഷിക്കുകയും പാർശ്വകുമാരാസികൾ ഉപദേശിക്കപ്പെടുന്നു. ഗുരുവിന്റെ മാസം വഴി സമാധാന സമർപ്പണം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരണ സ്ഥലത്തിലേക്ക് ഉയർത്തി വിശുദ്ധനായി ഏകാഗ്രഭക്തിയോടുകൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും
കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖിലചരാചരകർത്താവ ദൈവത്തിനു ബലിയർപ്പിപ്പും. പിതാപുത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറെ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ സ്തുതിയും നാവുകളും സൃഷ്ടിച്ച പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തേവരുടെ സകലത്തെയും കരിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള മറ്റു കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിയുടെ ആയിരങ്ങളും മാലാഹമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിയന്മാരും രോഗികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രോഗികളുമായ ക്രോവ്യന്മാരുടെ ശ്രാവ്യന്മാരുടെയും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ. ഉന്നതവീതി ഓശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജ, വീണ്ടും വരുവാനും ഉന്നതവീതി കർത്താവെ ആശീർവദിക്കണം. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, സ്വർഗീയടങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സുദൃഢപ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാധാനത്തിന്റെ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തിനും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനെതിരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ആരും നശിക്കാതിരിക്കാൻ വേണ്ടി തന്നെ കുരിശിൽ
സമർപ്പിച്ച കരുണാസമ്പന്നനായ ഈശോയോട് നമുക്കും പ്രാർത്ഥിക്കാം. എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സകല ജനപദങ്ങളെയും ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴിയ രക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ബലഹീനരുമായി ദാസർ നിന്റെ ദർശനം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ഇവന് ഞങ്ങളെ പങ്കുവരാക്കാൻ നിങ്ങളുടെ വിശ്വാസം സ്വീകരിക്കുകയും അതപതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശദീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമാനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർഥ ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും സഭയുടെ തലവനും പിതാവുമായ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും അതിരൂപതാധ്യക്ഷൻ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷന പിതാവുമായ മാർ ജോസഫ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും ലോകമെമ്പാടുള്ള എല്ലാ വൈദികർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, മിഷണറിമാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സാമൂഹ്യ പ്രവർത്തകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷിയുടെയും മന്ത്രിയുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായി നാം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ജനത്തിനു വേണ്ടിയും ലോകമെമ്പാടുമുള്ള സകല ജനപദങ്ങളെ രക്ഷിക്കാൻ കുരിശിൽ മരിച്ച ഈശോയുടെ തിരുരക്തത്താൽ സകലരുടെയും പാപക്കറകൾ കഴി വിശദീകരിക്കപ്പെടുന്നതിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അപേക്ഷിക്കുന്ന ശരീരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തെയും മാതാവാഹിനികാമറിയത്തിന്റെയും അങ്ങയുടെ ദർശനത്തിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണം
അങ്ങയുടെ അവനിനും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാകണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവ് ദൈവമായ മിശിഹാ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, രക്തസാക്ഷികൾ, മന്ത്രന്മാർ, വേദപാരന്മാർ, മുദ്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവമടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃപരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസനയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാദരക്ഷകരുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവുമായ ഭക്തിയനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വർദ്ധിക്കും, പാപങ്ങളുടെ മോചനത്തിനും മരിച്ചതേർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള മകനെയും വിസ്മയവും രക്ഷാ പദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന ഓരോരുത്തർ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേ കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. എന്റെ അപരാധങ്ങൾ നിശേഷം കഴുകിക്കളയണമേ. പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. സ്വഭാവടനെ നൽകിയപ്പോൾ ഞാൻ നിർമ്മലനാകും. കർത്താവെ, അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്വർഗവും പരിശുദ്ധവും ജീവദായക ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെയും അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിറങ്ങി ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗത ജീവൻ നൽകിടൊപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളൂ. എന്നിൽ നിത്യം ജീവിക്കും, നേടുന്നവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ സ്വരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് ഭക്തരായി സമീപിക്കാം. രണ്ടാത്മാസനത്തോടെ അപരാധങ്ങൾ നിറഞ്ഞുകൊണ്ടും പാപങ്ങൾക്ക് ചോദിച്ചർപ്പിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സ്ഥലത്ത് നിന്നായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം.
കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നിത്യജീവനും കാരണമാകട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും നീ കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമാങ്ങിയ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആദരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വമനോ വിശ്വാസന ഞങ്ങളുടെ സന്നദ്ധപ്പോഴും നിർമ്മലകൃതിയിലും പ്രസന്നമധുരം നിഷ്ഠകരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നുചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രം എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വരാം, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നത്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായി നിന്റെ ശരീരം ദൃശ്യമായി സ്വീകരിച്ച ഞങ്ങളിൽ നിന്റെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദത്തോടെ നിന്നെ എതിരേൽക്കുകയും നിന്റെ അപേക്ഷ നിറവേറ്റുന്ന നീതിമാന്മാരോടൊന്നിച്ച് നിനക്ക് സ്തോത്രമാലപിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. കർത്താവായ ദൈവമേ, തിരുവചനങ്ങളാൽ വിശദീകരിക്കപ്പെടുവാനും ദിവ്യരഹസ്യങ്ങളാൽ നവജീവൻ നേടുവാനും പാപികളും ബലഹീനരുമായ ഞങ്ങളെ വിളിച്ചതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ വിശ്വസ്തരായി ചരിക്കുവാനും അങ്ങ് നൽകിയ രക്ഷയുടെ അനുഭവം പങ്കുവയ്ക്കുവാനും നിരന്തരം അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പാപികളെ വിളിക്കുന്നവനോട് പാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനുമായ മിശിഹായി നിന്റെ ശരീരക്തങ്ങൾ സ്വീകരിക്കുവാൻ അനന്തമായ കൃപയാൽ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ പ്രമാണങ്ങളുടെ മാർഗത്തിലൂടെ നടന്ന് നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിക്കുവാനും നീതിമാന്മാരുടെ സ്വർഗ്ഗ ജെറുസലേമിൽ പ്രവേശിക്കുവാനും
നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മിശിഹാനാഥ, പാപികളെ പാണികൾ നീട്ടി വിളിച്ചു നീ അനുതാപാകുല ഹൃദയമുടെ അനുദിനമങ്ങയെ വാഴ്ത്തുന്നു. പരിഹാരത്തിൻ ബലി വഴിയായി പാവനമാനസരായി ഞങ്ങൾ നിത്യവിരുന്നിൽ ചേർന്നിടുവാൻ നിസ്തുല യോഗ്യത നൽകണമേ. തിരുവചനത്തിൻ പാതകളിൽ ദീപ്തി പരത്തി നയിക്കണമേ. സഭയിൽ ലോകം മുഴുവനിലും സതതം വരനിര ചൊരിയണമേ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവും അതുപോൽ റൂഹാതൻ സഹവാസവും ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോയുടെ സഹനത്തിൽ പങ്കെടുത്ത് കുരിശിനെ അനുഗമിച്ച പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെല്ലാം കർത്താവിന്റെ തിരുമുമ്പിൽ സമർപ്പിക്കാം. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലൂടെ വന്ന നിന്റെ സഹായത്തെ നിന്റെ പതിശയായ ചിവരിൽ ഒരു വിനയെങ്കിൽ നീ ഉപേക്ഷിച്ചാൽ ലോകകരുടലാൽ നീ ഓർക്കണമേ. കരുണ രാജിയായി ദയുള്ള മാതാവേ, ശുഭാസ്ഥൈര്യപ്പെട്ട് അങ്ങേത്ര ഉപാസനം നെടേർപ്പിടുകൾ ചിന്തി ഭാവിയായി ഞാൻ നിന്റെ ആദ്യത്തേക്കാൾ അങ്ങേ സ്ഥലം നിൽക്കുന്നു. ധരിച്ചു വെച്ചനും എന്റെ അപേക്ഷ വെച്ചിക്കാതെ